ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബിക്കോസ് ഇന്ന് ലോറ ഫസ്റ്റ് ടൈം ഡേ കെയറിൽ പോവാണ്. എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പോവാണ്. ഇന്നേ വരെ അങ്ങനെ ഇത്രയും നേരമൊന്നും മാറി നിന്നിട്ടില്ല. ഞങ്ങൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് പാരൻസിൻ്റെ കൂടെയൊക്കെ നിന്നേ ഉള്ളൂ. അപ്പം ഇവിടെ 7:30-ക്കാണ് ഡ്രോപ്പ് ഓഫും പിക്കപ്പും, പിന്നെ 5:30-ക്ക്. ജെറിയുടെ ഓഫീസ് ടൈമിംഗ് വെച്ചിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 minutes ട്രാവലേ ഉള്ളൂ. അപ്പം അതിൻ്റെ വിശേഷവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് രാവിലെ ഇപ്പം 6 മണി കഴിഞ്ഞു. ലോറ എണീറ്റിട്ടുണ്ട്. നമുക്കിനിയും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിപ്പിച്ചിട്ട് വിടാനാണ് അവർ പറയുന്നത്. പക്ഷേ ഇവളുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് കഴിപ്പൊക്കെ ഒരു ഇച്ചിരി പാടാണ്. യൂഷ്വലി ലോറ കുറച്ച് നേരം എഴുന്നേറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ജെറിയും ആ ഒരു ടൈമിലാണ് പോകുന്നത്. അപ്പം ഞാൻ 2 പേർക്കും ഇടിയപ്പമൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. Kiri buat le Laura. Yeah, socks. Socks. എങ്ങനെയാ കരയോ? ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം കേട്ടോ. കരയല്ലേ? കരയല്ലേ കേട്ടോ. ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടോ? ഓട്ടെ. ഇവിടെ റെഡിയായി ഡെക്കറേറ്റ്. അവർക്ക് ബാഗും ഒക്കെ ഉണ്ട്. ഇത് ലോറയുടെ പഴയ ബാഗ് തന്നെ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയപ്പറും വൈപ്സും 2 ഡ്രസ്സസും അങ്ങനെയൊക്കെ അവർക്ക്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഞങ്ങളെല്ലാം ഒരുങ്ങി സെറ്റായി. അപ്പം നാട്ടിലൊന്ന് വിളിച്ചേക്കാമെന്ന് വിചാരിച്ചു, ജെറിയുടെയും എൻ്റെയും പേരൻസിനെയൊക്കെ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് ഷൂസൊക്കെ ഇട്ട് എങ്ങോട്ടായി ലോറ? ഇപ്പം പുറത്തൊക്കെ പോകാൻ ഭയങ്കര താല്പര്യം. അപ്പോൾ തന്നെ പോയി ഷൂസൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ തരും ഇട്ട് തരാനൊക്കെ. ചിലപ്പോൾ തന്നെ ഇടുന്നതും ഒക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഞങ്ങളങ്ങ് ഇറങ്ങുക. എവിടെ പോവായി ലോറ? ബേക്കറി പോവാണോ? അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ജെറി എന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. ഇച്ചിരി ലേറ്റായിട്ട് ചെല്ലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി അവിടെ ചെന്ന് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കില്ല. ബിക്കോസ് അവിടെ ബാക്കിയും പിള്ളേരൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറുന്ന വീഡിയോ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. പാവൻ ഡേ കെയറിലോട്ടാന്ന് അറിയത്തില്ലല്ലോ. എവിടെയോ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് പോയപ്പോൾ. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്താറായി. ഇത് ആക്ച്വലി ഒരു ഹോം ഡേ കെയർ ആണ്. ഞങ്ങൾ സെൻറ്റർ ബേസ്ഡ് അല്ല, ഹോം ഡേ കെയർ ആണ്. അപ്പം ഇവിടെ മാക്സിമം ഒരു 6 കിഡ്സൊക്കെയാണ് അവർ അലൗഡ്. അങ്ങനെ ഞങ്ങളിതാ ഡേ കെയറിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്കവിടെ ഇറങ്ങാമല്ലേ. ജെറിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കുഞ്ഞും കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയം തന്നെയായിരുന്നു അവരുടെ 7:30 to 5:30 ആണ് ടൈമിങ്.
അങ്ങനെ കറക്റ്റ് ആ ടൈമിലെത്തി. ഇലോറേനെ അവരെടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേന് ചെറിയ മടിയും വിഷമമൊക്കെ പോലെ ഉണ്ടായിരുന്നു. ഒന്ന് കരഞ്ഞ് ചെറുതായിട്ട്, പക്ഷേ കൊളീഗിൻ്റെ ആ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കിന് പിന്നെ അങ്ങ് ഓക്കെ ആയി, കുഴപ്പമില്ലാതെ. പക്ഷെ എന്നാലും അവർ പറയായിരുന്നു ഒന്ന് ഓക്കെ ആയിട്ട് മെസ്സേജ് അയക്കാൻ. പക്ഷെ കൊച്ചു കരയുന്നതിനേക്കാളും കൂടുതൽ അമ്മയാണ് പിന്നെ കരയാൻ തുടങ്ങിയത്. എന്താണ് ഓണസ്റ്റ് ആയിട്ട് ജിബിയുടെ മനസ്സിൽ എന്താണ്? നീ വീട്ടിൽ പോയിട്ടൊന്ന് സുഖിക്കണം. അങ്ങനെ ഞങ്ങൾ ഇലോറേനെ ഡ്രോപ്പ് ചെയ്ത് കയറിയപ്പോൾ ഒരു ചെറിയ കരച്ചിൽ. പിന്നെ ഒരു ജെറിയുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിൻ്റെ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ ചെറിയ കരച്ചിൽ മാറി. പിന്നെ ഞാനാണ് കരച്ചത്. ഇനി അറിയത്തില്ല, ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പം അവർ നമുക്ക് ഫോട്ടോസോ വീഡിയോ എന്താണെങ്കിൽ അയച്ചു തരുമെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. വൈകിട്ട് ജെറി 5:30 ആകുമ്പോൾ വന്ന് കളക്ട് ചെയ്യും. തിരിച്ചു പോരുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വിങ്ങി പൊട്ടുവാണ്. അയ്യോ, ഞാൻ അതിനെ അവിടെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്, പിന്നെ ചെയ്യണോ എന്നുള്ളത്. പക്ഷേ എന്തായാലും ഒരു ദിവസം അവർ നമ്മളെ മാറി സ്കൂളിലും കോളേജും എല്ലാം പോകാൻ തുടങ്ങും. അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ വരുന്നത് ഒരു ട്രെയിനിങ് തന്നെയാണെന്ന് തന്നെ പറയാം. പിന്നെ എല്ലാ പേരൻസിനും അങ്ങനെയാണല്ലോ, അമ്മമാർ മാത്രമാണ് സങ്കടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പന്മാർക്ക് ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ അവർ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നതായിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് പോവാണ്. ഇനിയില്ലോ ജെറിക്ക് തിരിച്ച് ഓഫീസിൽ ചെല്ലണം. അവിടെ പിന്നെ ഇന്ന് ഇച്ചിരി ലേറ്റ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഇപ്പോഴേ വിടണമായിരുന്നോ, ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന്. പക്ഷേ എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞതും അവരെ വിടണം, കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവും, അങ്ങനെയൊക്കെ ആണല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിന്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ ഇനി വിടണ്ടെന്ന് പറയുമോയെന്ന് എൻ്റെ സംശയം. എനിക്കിതൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. ആദ്യമായിട്ട് എൻ്റെ കൊച്ചെൻ്റെ അടുത്ത് വന്ന് മാറി അറിയാത്ത കുറേ ആൾക്കാർ കൂടെ നിന്ന് ഒരിതാവുന്നു. നമ്മളെല്ലാവരും ആ ഒരു സ്റ്റേജസിൽ കടന്നു പോയിട്ടുള്ളതാണ്. എൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പറയും, സ്കൂളിൽ പോകാൻ ഞാൻ പോത്തല്ലേ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഒരു ഏജ് വരെ എനിക്ക് സ്കൂളിലോട്ട് പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ചെറിയതാ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഓഫീസിലോട്ട് പോകുന്നു. ഞാൻ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നടക്കുകയാണ്. ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കുമെന്നാണ് പറഞ്ഞത്. വിളിക്കുമ്പോൾ എന്താണെന്ന് നോക്കുക. ആ ഒരു ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം അയക്കും എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടോ. ഇതുകൊണ്ടപ്പോൾ എനിക്കൊരു ഓക്കെ. പിന്നെ ജെറി അവളെ പിക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തെ വീഡിയോ ആണ് ഇത്. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.